ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 6ാമത്തെ പാഠഭാഗമായ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് ഇതിലെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, റെഡിയാണോ? അപ്പോൾ പാഠഭാഗത്തിൻ്റെ പേര് ഊർജ്ജ സ്രോതസ്സുകൾ എന്നുള്ളതാണ് അല്ലേ. ഇവിടെ എന്താണ്, കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് അല്ലേ. ചിത്രം 1, നിങ്ങളും ഇത്തരം കളികളിൽ ഏർപ്പെടാറില്ലേ? നിങ്ങളൊക്കെ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള കളികളൊക്കെ കളിക്കാറുണ്ടാവും അല്ലേ. ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാസ്കറ്റ് ബോൾ അല്ലേ, അങ്ങനെയുള്ള എല്ലാ കളികളും നിങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരിക്കും. തുടർച്ചയായി കളികളിൽ ഏർപ്പെടുമ്പോൾ ക്ഷീണം അനുഭവപ്പെടാറില്ലേ? ഉണ്ടല്ലേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ കൂടുതലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ഷീണം തോന്നാറുണ്ട്. ക്ഷീണം അനുഭവപ്പെടാൻ എന്താവും കാരണം എന്ന് ചോദിച്ചിട്ടുണ്ട്. കൂട്ടുകാരൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ക്ഷീണം അനുഭവപ്പെടുക? നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ എനർജിയൊക്കെ ഒരുപാട് പോകുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ക്ഷീണം തോന്നുന്നത്. കളിക്കുമ്പോൾ നാം വിവിധ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് നമുക്ക് ക്ഷീണം തോന്നുന്നത്. ഇനി പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കളിക്കണം തോന്നുകയാണ്, നമുക്ക് ചിലപ്പോൾ നമ്മൾ എന്ത് പറയും, ടയേർഡ് ആണെന്ന് പറയില്ലേ. ടയേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അവിടെ എനർജി ഇല്ല കളിക്കാൻ എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എനർജി ഉണ്ടാവില്ല. അപ്പോൾ കളിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഊർജം വേണം. അതിനെയാണ് നമ്മൾ ഊർജം, എനർജി എന്ന് പറയുന്നത്. ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല, വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാവുകയാണ് ചെയ്യുന്നത്. ഇനി ചൂട്, പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപങ്ങളാണ് അല്ലേ. ചൂട്, ഇപ്പോൾ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് തൊട്ട് നോക്കിയാൽ എന്താണ്, ചൂട് തോന്നും, അതും ഒരു ഊർജം തന്നെയാണ്. ഇനി പ്രകാശം, നമുക്ക് സൂര്യൻ്റെ പ്രകാശം കാണാൻ വേണ്ടി കഴിയും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തൊട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ കണ്ടിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ വീട്ടിൽ ഊർജം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണ് എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1, പാചകം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. നമ്മളവിടെ എന്താണ്, ചൂടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ്? 1, വസ്ത്രങ്ങൾ അലക്കാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വസ്ത്രങ്ങൾ അലക്കാൻ, അതുപോലെ മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ, ഇസ്തിരി ഇടാൻ, ഫാൻ തിരിയാൻ, ഇതിനൊക്കെ എന്താണ്, നമ്മൾ ഊർജ്ജമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ എഴുതാം, വസ്ത്രങ്ങൾ അലക്കാൻ, മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ, ഇസ്തിരി ഇടാൻ. ഇത് 3 നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം. ഇനി പാചകം ചെയ്യാനുള്ള ഊർജം എന്തിൽ നിന്നെല്ലാമാണ് ലഭിക്കുന്നത്? എന്തിൽ നിന്നൊക്കെയാണ്? നമുക്ക് വിറകിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മണ്ണെണ്ണ അടുപ്പിൽ നിന്ന്, അതുപോലെ ഗ്യാസ് അടുപ്പ്, ഇത്തരത്തിലുള്ളതിൽ നിന്നൊക്കെ നമ്മൾ നമുക്കുള്ള പാചകം ചെയ്യാനുള്ള ഊർജം ലഭിക്കാറുണ്ട്. ഇനി ഇന്ധനങ്ങൾ എന്താണ്? ഫ്യൂവൽസ്. ഇവിടെ ചിത്രങ്ങൾ നോക്കൂ. ഒന്നെന്താണ്, വിറകടുപ്പാണ് അല്ലേ. രണ്ടാമത്തേത് മണ്ണെണ്ണ അടുപ്പാണ്, പിന്നെ ഗ്യാസ് അടുപ്പാണ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഫ്യൂവൽസ് ആണ്. ഏതൊക്കെ തരം അടുപ്പുകളാണ് വീടുകളിൽ ഉപയോഗിക്കുന്നത്? ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സൗരോർജ്ജം കൊണ്ടുള്ളതും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ സാധാരണ നമ്മളെ വീട്ടിലിപ്പോൾ ഒക്കെ ഉപയോഗിക്കാറ് വിറകടുപ്പ്, അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പ്, ഇത് രണ്ടുമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇവയിൽ ഏതെല്ലാം തരമാണുള്ളത്? അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതാണുള്ളത് എന്നാണ് നിങ്ങളവിടെ ആൻസർ ചെയ്യേണ്ടത്. ആഹാരം പാകം ചെയ്യുന്നതിനാണല്ലോ അടുപ്പ് ഉപയോഗിക്കുന്നത്. ചൂടിൽ നിന്നും ഊർജ്ജം ലഭിക്കുമ്പോഴാണ് ആഹാര പദാർത്ഥങ്ങൾ വേവുന്നത്. ചിത്രത്തിൽ കണ്ട അടുപ്പുകൾ താപം ലഭിക്കുന്നത് എങ്ങനെയാണ്? ഓരോ തരം അടുപ്പിലും കത്തുന്ന വസ്തു ഏതാണ്? എങ്ങനെയാണ്? വിറകടുപ്പിൽ നമ്മൾ വിറകാണ് ഉപയോഗിക്കുന്നത്. മണ്ണെണ്ണ അടുപ്പിലാണെങ്കിൽ മണ്ണെണ്ണ ഉപയോഗിക്കുന്നു. ഗ്യാസ് അടുപ്പിലാണെങ്കിൽ പാചകവാതകം ഉപയോഗിക്കുന്നു. അത്തരത്തിലാണ് നമ്മൾ ഓരോന്നും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി താപം ലഭിക്കുന്നതിന് മറ്റേതെങ്കിലും വസ്തുക്കൾ ഇതുപോലെ ഉപയോഗിക്കുന്നുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. എന്താണ് ഉപയോഗിക്കുന്നത്? താപം ലഭിക്കുന്നതിന് നമ്മൾ സാധാരണയായിട്ട് ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ സൗരോർജ്ജം ഉപയോഗിക്കാറുണ്ട്. ഇനി കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെ നമ്മൾ ഇന്ധനങ്ങൾ എന്ന് പറയുന്നു. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോള്, ഡീസല്, കൽക്കരി തുടങ്ങി ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഇന്ധനങ്ങൾ എന്ന് മനസ്സിലാക്കി, ഏതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ എന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി കത്താൻ സഹായിക്കുന്നത് എന്ത്? ഇവിടെ എന്താണ്? ഇവിടെ ഒരാൾ കുഴൽ വെച്ചുകൊണ്ട് ഊതുകയാണല്ലോ. നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാരൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അടുപ്പിൽ വിറക് എപ്പോഴും നന്നായി കത്താറുണ്ടോ? ഇല്ല. പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ കത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. വിറകടുപ്പ് നന്നായി കത്താൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? എന്തൊക്കെയാണ്? 1, കുഴൽ ഉപയോഗിച്ച് ഊതാറുണ്ട്. അതുപോലെ വായു സഞ്ചാരം സുഗമമാക്കാറുണ്ട്. അതുപോലെ വിറക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാറുണ്ട്. അതുപോലെ
എല്ലാ ദിവസവും അടുപ്പ് വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, വിറക് നന്നായി കത്താൻ വേണ്ടി സഹായിക്കും. ഒന്നും കൂടെ പറയാം. കുഴൽ ഉപയോഗിച്ച് ഊതുന്നു, വായു സഞ്ചാരം സുഗമമാക്കുന്നു, വിറക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുന്നു, എല്ലാ ദിവസവും അടുപ്പ് വൃത്തിയാക്കുന്നു. ഇനി കുഴൽ ഉപയോഗിച്ച് ഊതുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ് ഊതുന്നത്? വിറക് കത്താൻ ഓക്സിജൻ ആവശ്യമാണ്. അപ്പോൾ അടുപ്പിലേക്ക് കുഴൽ ഉപയോഗിച്ച് ഊതുമ്പോൾ അവിടെ എന്താണ്, ഓക്സിജൻ ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് കത്തുകയും ചെയ്യും. ഇനി കത്താൻ വായു ആവശ്യമുണ്ടോ എന്നുള്ള പരീക്ഷണമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഒരേ വലിപ്പമുള്ള 2 മെഴുകുതിരികൾ എടുക്കുക, രണ്ടും കത്തിച്ച് വെക്കുക, ഗ്ലാസ് കൊണ്ട് ഒരു മെഴുകുതിരി മൂടുക, 2 മെഴുകുതിരികളും നിരീക്ഷിക്കുക. അവയ്ക്ക് എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഈ പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾ എത്തിച്ചേർന്ന നിഗമനം എന്താണെന്ന് എഴുതണം. എന്താണ്? എല്ലാ പദാർത്ഥങ്ങളും കത്തുന്നതിന് ഓക്സിജൻ ആവശ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ പരീക്ഷണ കുറിപ്പും തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സിൽ, കംപ്ലീറ്റ് നോട്ട്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇനി അടുപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അടുപ്പിൻ്റെ ചിത്രം നിരീക്ഷിക്കുക. കത്തുമ്പോൾ ഉണ്ടാകുന്ന താപോർജ്ജം മുഴുവൻ ഉപയോഗപ്പെടുത്താനാവുന്നുണ്ടോ? താപനഷ്ടം കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും? പാത്രത്തിനും അടുപ്പിനും ഇടയിൽ വിടവ് കുറവാക്കണം, എന്നാൽ നമുക്ക് നന്നായിട്ട് താപനഷ്ടം ഇല്ലാതിരിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ പാഴായി പോകുന്ന ഊർജ്ജം ഉപയോഗപ്പെടുത്താൻ ക്രമീകരണം ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളെ വീട്ടിൽ 3 അടുപ്പുണ്ടെങ്കിൽ നടുവത്തെ അടുപ്പിൽ നമ്മൾ എന്തെങ്കിലും വെള്ളമൊക്കെ വെക്കും അല്ലേ? കാരണം ആ താപം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നല്ല വായു സഞ്ചാരം ലഭിക്കണം. വിറക് കുത്തി നിറക്കരുത്, വിറക് ചെറിയ കഷ്ണങ്ങളാക്കി ഉപയോഗിക്കണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ താപനഷ്ടമില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ഇനി ഇന്ധനങ്ങളുടെ മറ്റു ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ബസ്, ലോറി, മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ പൊതുവെ ഡീസലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. എന്നാൽ കാറ്, ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട്. ഫാക്ടറികളിൽ കൽക്കരി, ഗ്യാസ്, നാഫ്ത തുടങ്ങിയവ ഉപയോഗിക്കുന്നു. വിമാനങ്ങളിൽ ജെറ്റ് ഫ്യൂവലാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇന്ധനം ഓരോന്നിലും ഓരോ തലത്തിലാണ് ഉപയോഗിക്കുന്നത്. എല്ലാത്തിലും എന്താണ്, ഒരേ രീതിയിലല്ല ഉപയോഗിക്കുന്നത് എന്നർത്ഥം. മറ്റെന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഇന്ധനം ഉപയോഗിക്കാറുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാണ്? നമ്മളിപ്പോൾ ഈ പുല്ല് വെട്ടാനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്, വൈദ്യുതി ഉൽപ്പാദനത്തിന് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. ഇനി ഉറവിടം എന്ത്? പെട്രോൾ, ഡീസൽ തുടങ്ങിയവ പെട്രോൾ പമ്പിലെത്തുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചറിയൂ. ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഇവ ഉണ്ടാക്കുന്നത്. ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നറിയാമോ? എങ്ങനെയാണ്? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയില്, പ്രകൃതിവാതകം എന്നിവയുണ്ടാകുന്നത്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോള്, ഡീസല്, മണ്ണെണ്ണ എന്നിവയും പാചകത്തിന് ഉപയോഗിക്കുന്ന LPGയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ എണ്ണക്കിണർ, എണ്ണ ശുദ്ധീകരണശാല, അതുപോലെ തന്നെ പെട്രോൾ പമ്പ്, ഇതിൻ്റെ 3ൻ്റെയും ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഡീസൽ, വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് തീവണ്ടി, കപ്പൽ തുടങ്ങിയവ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും കൽക്കരിയാണ് ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇനി ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നത്. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ അഥവാ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നു. ഇനി ഇവിടെ ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാൻ പറയുന്നുണ്ട്. ഇവിടെ തന്നിട്ടുള്ളത് ഫോസിൽ ഇന്ധനങ്ങളാണ്. ഏതൊക്കെയാണ്? പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ, കൽക്കരി. ഇനി ക്രൂഡ് ഓയിൽ ഏതൊക്കെയാണുള്ളത്? ക്രൂഡ് ഓയിൽ, പെട്രോള്, ഡീസല്, മണ്ണെണ്ണ, LPG, നാഫ്ത. അപ്പോൾ ഈ 5 എണ്ണമാണ് നിങ്ങളവിടെ എഴുതി കൊടുക്കേണ്ടത്. ഒന്നുകൂടെ പറയാം: പെട്രോള്, ഡീസല്, മണ്ണെണ്ണ, LPG, നാഫ്ത. ഇനി ഇന്ധനങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പലതരം ഇന്ധനങ്ങളെ പറ്റി മനസ്സിലാക്കിയില്ലേ? അവയിൽ ചിലതാണ്. ഏതൊക്കെയാണ്? വിറക്, മണ്ണെണ്ണ, ഡീസല്, പെട്രോള്, ജെറ്റ് ഫ്യൂവല്, നാഫ്ത, കൽക്കരി, LPG തുടങ്ങിയവ. ഇതുകൂടാതെ മറ്റ് ഇന്ധനങ്ങളും കണ്ടെത്തി അവ ഏതെല്ലാം അവസ്ഥയിലാണെന്നനുസരിച്ച് കൂട്ടങ്ങളാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഗരത്തിൽ ഏതൊക്കെയാണുള്ളത്? വിറക്, കൽക്കരി, ചാണകവറളി, അറക്കപ്പൊടി, ഇതൊക്കെ ഗരരൂപത്തിലാണുള്ളത്. ഇനി ദ്രാവകത്തിലാണെങ്കിൽ ഡീസൽ, പെട്രോള്, മണ്ണെണ്ണ, ജെറ്റ് ഫ്യൂവല്, നാഫ്ത, ബയോഡീസൽ, എഥനോൾ, ഇതൊക്കെ ദ്രാവകത്തിലാണുള്ളത്. വാതകത്തിലാണെങ്കിൽ LPG, CNG, ഹൈഡ്രജൻ, പ്രകൃതിവാതകം, ഇതൊക്കെ വാതക രൂപത്തിലുള്ള ഇന്ധനങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഖരരൂപത്തിൽ, ഏതൊക്കെയാണ് ദ്രാവക രൂപത്തിൽ, ഏതൊക്കെയാണ് വാതക രൂപത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി താഴെ കൊടുത്തുള്ള ചിത്രങ്ങൾ നോക്കൂ. ഇവിടെ എന്താണ്? കൽക്കരി തീവണ്ടി, ഡീസൽ തീവണ്ടി, വൈദ്യുത തീവണ്ടി. ഇവിടെ കാലക്രമത്തിനനുസരിച്ച് തീവണ്ടിയുടെ ഇന്ധനത്തിൽ വന്ന മാറ്റമാണ് മനസ്സിലാക്കേണ്ടത്. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി. വൈദ്യുതി ഇല്ലാത്ത ജീവിതം നമുക്കിന്ന് സങ്കല്പിക്കാൻ പോലും ആവില്ലല്ലോ. എങ്ങനെയായിരിക്കും വൈദ്യുതി ഉണ്ടാകുന്നത്? വൈദ്യുതി പ്പിക്കുന്നതിന് വിവിധ രീതികളുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാകുന്നത്. അതിൽ ഒന്നാമത്തെ രീതിയാണ് ജലവൈദ്യുതി അഥവാ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ജലചക്രത്തിന്റെ മാതൃക നിർമ്മിച്ച് പരീക്ഷണം ചെയ്തു നോക്കാനാണ് പറയുന്നത്. എന്തൊക്കെയാണ് ആ നിർമ്മാണക്കുറിപ്പിൽ വേണ്ടത്? ഉപകരണത്തിന്റെ പേരുണ്ടായിരിക്കണം, നിർമ്മാണ ലക്ഷ്യം ഉണ്ടായിരിക്കണം, ആവശ്യമായ സാമഗ്രികൾ, രേഖാചിത്രം, നിർമ്മാണ ഘട്ടങ്ങൾ, ഇതെല്ലാം ഉണ്ടായിരിക്കണം. ഇനി എങ്ങനെയാണ് ജലചക്രം കറങ്ങിയത് എന്നാണ് നോക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്? വെള്ളം വീഴുമ്പോൾ ചക്രം ആ വെള്ളത്തിന്റെ വേഗതക്ക് അനുസരിച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. വെള്ളം വീഴുന്നതിന്റെ ശക്തി കറക്കത്തിനെ സ്വാധീനിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. നന്നായിട്ട് വെള്ളം വീഴുമ്പോഴാണ് നന്നായിട്ട് കറങ്ങുക. അപ്പോഴാണ് അവിടെ വൈദ്യുതി ഊർജ്ജമായിട്ട് മാറുന്നത്. വെള്ളം നിറച്ച കുപ്പിയുടെ ഉയരം മാറ്റിയാൽ കറക്കത്തിന്റെ വേഗതയിൽ മാറ്റം വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ്? മാറ്റം ഉണ്ടാവാം. ഇനി കെട്ടി നിർത്തിയ ജലത്തിന്റെ ഊർജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു. ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കാറ്റിൽ നിന്നുള്ള അപ്പം നമ്മൾ ജലത്തിൽ നിന്ന് എങ്ങനെയാണ് വൈദ്യുതി എന്ന് മനസ്സിലാക്കി. അടുത്തത് കാറ്റിൽ നിന്നുള്ള വൈദ്യുതിയാണ്. അതിൻ്റെ ഓരോ ഇതാണ് ഓലപ്പമ്പരവും കാറ്റാടിപ്പാടവും തന്നിട്ടുള്ളത്. എങ്ങനെയാണ്? കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട് അല്ലേ. അപ്പോൾ ഈ കഴിവ് ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുന്നത്. അതിന് പറ്റുന്ന ഒരു ഉപകരണമാണ് കാറ്റാടി യന്ത്രം അഥവാ വിൻഡ് മില്ല് എന്ന് പറയുന്നത്. വിൻഡ് മില്ലിൻ്റെ ആ ഒരു പങ്കകൾ കറങ്ങുമ്പോഴാണ് അവിടെ ടെർബൈൻ കറങ്ങുകയും ഈ ഊർജ്ജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ കടലാസ് അല്ലെങ്കിൽ ഓല ഉപയോഗിച്ച് ഒരു പങ്ക നിർമ്മിക്കൂ. നിങ്ങൾ ഉണ്ടാക്കിയ പങ്കയുമായി പുറത്തേക്ക് ഇറങ്ങി നിൽക്കൂ. പങ്ക കറങ്ങുന്നുണ്ടോ? കറങ്ങും. എപ്പോഴാണ് പങ്ക നന്നായി കറങ്ങുന്നത്? നല്ല കാറ്റുണ്ടാകുമ്പോഴാണ് കറങ്ങുക. ഇനി കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഈ കഴിവ് ഉപയോഗപ്പെടുത്തി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ഇതിനുള്ള ഉപകരണമാണ് എന്ത്? കാറ്റാടി മില്ല് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി കേരളത്തിൽ ഇത് എവിടൊക്കെയാണുള്ളത്? രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളുടെ. എന്തുകൊണ്ടായിരിക്കും ഇവിടെ കാറ്റാടി യന്ത്രങ്ങൾ നിർമ്മിച്ചത്? എന്തുകൊണ്ടായിരിക്കും? ഇവിടെ നന്നായിട്ട് കാറ്റ് ഉള്ള പ്രദേശങ്ങളാണ്. മനുഷ്യൻ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഊർജ്ജ രൂപമാണ് കാറ്റ്. സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയും യാത്രക്ക് കാറ്റിന്റെ ശക്തി ഉപയോഗിച്ചിരുന്നു. കൊടുങ്കാറ്റിന് വളരെയധികം ഊർജ്ജമുള്ളതിനാൽ ഇവ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിലൂടെ ഇത്തരം കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയാനും മുന്നറിയിപ്പുകൾക്കനുസരിച്ച് മുൻകരുതലുകൾ എടുത്താൽ അപകടവും നാശനഷ്ടവും കുറയ്ക്കാനുമാവും. ഓക്കെ. ഇനി അടുത്തത് സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജ്ജം എങ്ങനെയാണെന്നാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. പുറത്ത് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് ഒരു സ്റ്റീൽ പാത്രം വെക്കുക. കുറച്ച് കഴിഞ്ഞതിന് ശേഷം പാത്രം തൊട്ടു നോക്കൂ. എന്താണ് അനുഭവപ്പെട്ടത്? ചൂട് അനുഭവപ്പെടും അല്ലേ. കാരണം എന്താണ്? സൂര്യപ്രകാശത്തിന് ചൂടുള്ളത് കൊണ്ട്. ഇനി പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാലോ? ആ വെള്ളത്തിനും ചൂട് അനുഭവപ്പെടും. ഏതെല്ലാം രീതിയിലാണ് സൂര്യപ്രകാശത്തിലെ ഊർജ്ജം ഉപയോഗപ്പെടുത്തുന്നത്? ഒന്ന് വസ്തുക്കൾ ഉണക്കുന്നതിന്, അതുപോലെ വസ്ത്രങ്ങൾ ഉണക്കുന്നതിന്, വിറക് ഉണക്കുന്നതിന്, ധാന്യങ്ങൾ ഉണക്കുന്നതിന്. ഇതിനൊക്കെ നമ്മൾ എന്താണ്? ഇത്തരത്തിൽ സൂര്യപ്രകാശമാണ് ഉപയോഗിക്കുന്നത്. സൗരോർജ്ജത്തിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കറുകളും സോളാർ വാട്ടർ ഹീറ്ററുകളും. ഇവിടെ സോളാർ കുക്കർ തന്നിട്ടുണ്ട്, സോളാർ വാട്ടർ ഹീറ്ററും തന്നിട്ടുണ്ട്. താഴെ കൊടുത്ത് കാണുന്ന ചിത്രങ്ങളിലെ ഉപകരണങ്ങളെ തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഏതൊക്കെയാണ്? ഒന്ന് സോളാർ കാൽക്കുലേറ്റർ ആണ്, മറ്റൊന്ന് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ആണ്, മറ്റൊന്ന് സോളാർ എമർജൻസി ലാമ്പാണ്. ഓക്കെ. ഏതൊക്കെയാണ്? സോളാർ കാൽക്കുലേറ്റർ, സോളാർ സ്ട്രീറ്റ് ലൈറ്റ്, സോളാർ എമർജൻസി ലാമ്പ്.
ഇനി ഇവക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഇവയിലുള്ള സൗരോർജ്ജ പാനലുകൾ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സൗരോർജ്ജ പാനലുകളിലെ സൗരോർജ്ജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വീടുകളിലും സ്ഥാപനങ്ങളിലും സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് വൈദ്യുത വാഹനങ്ങൾ ഏതൊക്കെയാണ്? പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോട് കൂടിയ വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? പച്ച നമ്പർ പ്ലേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതെന്താണ്? അത് വൈദ്യുത വാഹനങ്ങളാണ്. അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന്, മലിനീകരണം കുറവായിരിക്കും, ചെലവ് കുറവായിരിക്കും, അതുപോലെ തന്നെ പരിപാലന ചെലവ് കുറവായിരിക്കും, ശബ്ദക്കുറവായിരിക്കും. ഇതൊക്കെ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രത്യേകതകളാണ്. ഇനി നമ്മുടെ നാട്ടിലും ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ട വൈദ്യുത വാഹനങ്ങൾ ഉണ്ടെന്ന് നിരീക്ഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഇലക്ട്രിക്കൽ കാർ ഉണ്ട്, ഇലക്ട്രിക് ബസ്, ഇലക്ട്രിക് ട്രെയിൻ, ഇലക്ട്രിക് സ്കൂട്ടർ, ഇലക്ട്രിക് ഓട്ടോറിക്ഷ. ഇതൊക്കെ നമ്മുടെ പ്രദേശത്ത് കാണപ്പെടുന്നതാണ്. ഇനി പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയ ഊർജ്ജ സ്രോതസ്സുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? എന്താണ്? ഇല്ല അല്ലേ. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നില്ല അല്ലെ. വീണ്ടും കാറ്റുണ്ടാവും, വീണ്ടും സൂര്യപ്രകാശം ഉണ്ടാവും. ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്, അഥവാ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്നറിയപ്പെടുന്നു. ഈ ഊർജ്ജ സ്രോതസ്സുകൾ വായു മലിനീകരണം ഉണ്ടാക്കുകയുമില്ല. ഇനി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ചാണ്. പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത്. ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ചാണ്. ഇനി അടുത്ത ബയോഗ്യാസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കൂളിലും വീട്ടിലും ബയോഗ്യാസ് പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, മാലിന്യ നിർമ്മാർജ്ജനം, അതുപോലെ തന്നെ ഊർജ്ജ ഉൽപ്പാദനം, വളം ലഭ്യത, മലിനീകരണം കുറക്കാം. ഇതൊക്കെ നമുക്ക് ഇതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളാണ്. ഒരു ബയോഗ്യാസ് പ്ലാന്റിന്റെ പ്രവർത്തന രീതി കണ്ടു മനസ്സിലാക്കൂ. ഊർജ്ജോൽപാദനത്തിനുള്ള വ്യത്യസ്ത വഴികൾ നാം പരിചയപ്പെട്ടല്ലോ. ഇതുകൊണ്ട് മാത്രം നമ്മുടെ ഊർജ്ജാവശ്യങ്ങൾ പരിഹരിക്കുമോ? ഇല്ല അല്ലെ. താഴെ കൊടുത്തിരിക്കുന്ന മാർഗങ്ങളും ഊർജ്ജോൽപാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഏതൊക്കെയാണ്? ഡീസൽ, കൽക്കരി, താപനിലയങ്ങൾ, തിരമാലയിൽ നിന്നുള്ള ഊർജം, അതുപോലെ തന്നെ ഭൂതാപോർജം, അണുശക്തി. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത ചൂടാറാ പെട്ടിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗം ഊർജ്ജ നഷ്ടം തടയലാണ്. ഭക്ഷണത്തിന്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതിവെന്ത ഭക്ഷണം പൂർണ്ണമായി വെന്ത് കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണ് ചൂടാറാ പെട്ടി എന്ന് പറയുന്നത്. ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജം ലാഭിക്കുന്നത്. ഇതേപോലെ ഊർജ്ജ നഷ്ടം തടയുന്ന മറ്റെന്തെല്ലാം ഉപകരണങ്ങൾ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്? എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഫ്ലാസ്ക് ഉപയോഗിക്കുന്നുണ്ട്, റൈസ് കുക്കർ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇതൊക്കെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇനി ഭാവിയുടെ ഇന്ധനങ്ങളാണ്. ഫോസിൽ ഇന്ധനങ്ങളുടെ വിവിധ ഉപയോഗങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇവയുടെ പരിമിതികൾ എന്തൊക്കെയാണ്? ഒന്ന്, ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നു, അതുപോലെ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഇതിൻ്റെ പരിമിതികളാണ്. ഈ പരിമിതികൾ ഇല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകളാണല്ലോ സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ. എന്നാൽ എല്ലായിടത്തും എല്ലാ കാലത്തും ഒരേപോലെ സൂര്യപ്രകാശം ലഭിക്കാറുണ്ടോ? ഇല്ല അല്ലേ. ഇതാണ് മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സൂര്യപ്രകാശം ഒക്കെ ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. കാറ്റിന്റെ വേഗത ഒരുപോലെയാണോ? അല്ല. തിരമാലയുടെ കാര്യമോ? എല്ലായിടത്തും ഒരേപോലെയല്ല. അത് മാത്രമല്ല, കടൽ എടുത്തില്ലാത്ത ഒരുപാട് പ്രദേശങ്ങളും ഉണ്ടായിരിക്കും. ഇവയിൽ നിന്ന് എപ്പോഴും ഒരേ അളവിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ഈ പരിമിതികൾ മറികടക്കാനുള്ള പുതിയ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം. ഹൈഡ്രജൻ, ജൈവ ഡീസൽ എന്നിവ ഇത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ്. ഇത്തരം ഇന്ധനങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനും നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വിലയിരുത്താം എന്നതാണ്. അപ്പോൾ വിലയിരുത്താം എന്ന പ്രവർത്തനവും അതുപോലെ തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.